അപ്പോൾ ഇടതുപക്ഷം പറയുന്ന വിഷയം പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് സഹായം കിട്ടുന്നില്ല, എയിംസ് ഇല്ല, ഹൈക്കോടതി ബെഞ്ചില്ല, ഇതൊന്നും കേന്ദ്രം തരുന്നില്ല. ഇതിൻ്റെ പിറകെ ഓടാഞ്ഞിട്ടല്ല, ഓടുന്നുണ്ട്. ഡൽഹി വരെ പോയിട്ട് സ്ട്രൈക്ക് നടത്തിയിട്ട് തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പോൾ കേന്ദ്രം ഒന്നും തരുന്നില്ലെങ്കിൽ സുപ്രീം കോടതിന്റെ ഇന്റർമോഡൽ വായിച്ചല്ലോ, മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി, സ്റ്റേറ്റ് ഗവൺമെന്റ് മിസ്മാനേജ്. അത് സുപ്രീം കോടതി പറഞ്ഞു. ഞാനൊരു കമ്പനി നടത്തുന്നു, അപ്പോൾ TV18 കമ്പനി CEO കമ്പനിനെ ശരിക്കും മിസ്മാനേജ് ചെയ്തിട്ട് ലോസ് ഉണ്ടാക്കുന്നു. അത് ഒരു ബർത്ത് റൈറ്റ് ആണോ? പിന്നെ വേറെ ഷെയർ ഹോൾഡേഴ്സിൽ പോയി പറയാൻ കാശ് തരണമെന്ന്? അത് എന്ത് ലോജിക്കാ? അതല്ലേ സുപ്രീം കോടതി പറയുന്നത്. ജനങ്ങളുടെ വേദന വരുന്നത്, ജനങ്ങളുടെ വേദനന്റെ കോസ് എന്താണ്? മിസ്മാനേജ്മെന്റ് ഓഫ് ദി ഇക്കോണമി ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയണം, എനിക്ക് അറിയില്ല ഇക്കോണമി നടത്താൻ. അവര് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ, കേരളയിൽ ഇക്കോണമി ഈസ് നോട്ട് പോസിബിൾ എക്സെപ്റ്റിംഗ് IT ആൻഡ് ടൂറിസം. അപ്പോൾ ഫിഷറീസോ, അപ്പോൾ അഗ്രികൾച്ചറോ, അപ്പോൾ മാനുഫാക്ചറിങ്ങോ, വേറൊരു പണിയില്ലെന്നാണ് പറഞ്ഞത്. വേറെ ഒരു ഇൻഡസ്ട്രിയും ഇവിടെ സമ്മതിക്കില്ല, അതിൻ്റെ പോസിബിലിറ്റി ഇല്ലയെന്നാണ് പറഞ്ഞവർ. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയണം, ഞങ്ങൾക്ക് ഇക്കോണമി മാനേജ് ചെയ്യാൻ അറിയില്ല, ഞങ്ങൾക്ക് BJPൻ്റെ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ അയക്കൂ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ അയക്കും, ആ പുള്ളി നടത്തിക്കോട്ടെ. അതൊരു എക്സ്ക്യൂസ് അല്ല, ഒരു റെഡ് ഹെറിംഗ് ആണ്. അവർ ഡൽഹി വന്നപ്പോൾ അവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നാടകമല്ലേ. അവരെന്നെ സുപ്രീം കോടതിയിൽ പറയുന്നു 1,10,000 കോടിൻ്റെ ഞങ്ങൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 7 കൊല്ലം. ആര്? സംസ്ഥാന സർക്കാർ. അവർ ലോസ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ 8 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിക്ലൈനിങ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്ലൈനിങ്. ഇത് അവരുടെ മാനേജ്മെൻ്റ് ആണ്. അവർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയണം, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇക്കോണമി ഇപ്പോൾ 2016 മുതലാണ് തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ ഇക്കോണമി. അതിന് മുമ്പ് ഇക്കോണമി ഉണ്ടായിരുന്നില്ല. പറഞ്ഞത് 58,000 കിഫ്ബി ബോണ്ട് എടുക്കുന്നു, അതിന് എവിടെ പോയി, എന്ത് ചെയ്തു? ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടാണ്. എനിക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തത് എനിക്ക് കാണുന്നില്ല. ചെയ്തതെല്ലാം നിതിൻ ഗഡ്കരി, അശ്വിനി വൈഷ്ണവ്, റെയിൽവേസ്, റോഡ്സ്. അപ്പോൾ അതെല്ലാം ഒരു റെഡ് ഹെറിങ്ങാണ്. ഫെയിലിയറിനെ പറ്റി ഡിസ്കഷൻ വേണ്ട. അതുകൊണ്ട് ഞാൻ ആരെയോ ബ്ലെയിം ചെയ്യും. ഇതിൻ്റെ ഒരു എക്സലൻ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 2000 എനിക്ക് കൊല്ലം ഓർമ്മയില്ല, കിങ് ഫിഷർ എന്ന് പറഞ്ഞ എയർലൈൻ ഉണ്ടായിരുന്നല്ലോ. ഒരു 110 ആൾക്കാർ സാലറി കിട്ടാണ്ട് എന്നെ വന്ന് കണ്ടു ബാംഗ്ലൂരിൽ. ഞാൻ ഇവരെല്ലാം കൊണ്ട് വിജയ് മല്യയുടെ വീട്ടിൽ പോയി, ഓഫീസിൽ പോയി. നമുക്ക് ഇവരെല്ലാം സാലറി കൊടുത്തില്ല, കൊടുക്കണം. അപ്പം പുള്ളി എന്നോട് അന്ന് പറഞ്ഞത് ഇപ്പോൾ കേരള സർക്കാർ പറഞ്ഞു സെയിമാണ്, ഞാൻ കൊടുക്കില്ല, എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബോറോയിങ് ചെയ്യാൻ സമ്മതിക്കില്ല. അവർ ബോറോ ചെയ്യാൻ ഒരു പെർമിഷൻ തന്നാൽ ഞാൻ ഇവർക്ക് ശമ്പളം കൊടുക്കാം. സെയിം. എന്നിട്ട് കമ്പനി അവിടെ പൊളിഞ്ഞില്ലേ? എന്തിനു പൊളിഞ്ഞു? മിസ്മാനേജ്മെൻറ്റ്, കറപ്ഷൻ. എന്തിനാണ് ഇവിടെ ഇക്കണോമിക് ക്രൈസിസ്? മിസ്മാനേജ്മെൻറ്റ് ആൻഡ് കറപ്ഷൻ. ഫെഡറൽ സിസ്റ്റം അല്ലേ? ഫെഡറൽ സിസ്റ്റമിൽ അങ്ങനെ അതല്ലേ സുപ്രീം കോടതിൻ്റെ ഓർഡർ. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്തും ചെയ്യുക, എത്രയോ കാശ് ഉണ്ടാക്കുക, മിസ്മാനേജ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിനെല്ലാം ഓടിപ്പിക്കുക. അവിടുന്ന് കിറ്റെക്സ് ആണോ, ഏതെങ്കിലും ആണ് ഇൻവെസ്റ്റേഴ്സ് ആണോ. ഇവിടെ ഇക്കോണമി ഒന്നും ഗ്രോ ചെയ്യണ്ട. പിന്നെ എല്ലാ സ്റ്റേറ്റ്സിൽ ഇപ്പോൾ ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിൽ മൊബൈൽ ഫോണിൻ്റെ വലിയ വലിയ ഫാക്ടറി വരും. ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ ദേവനല്ലി, ബാംഗ്ലൂർ അടുത്ത്, ഞാൻ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറി അവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു. ലക്ഷക്കണക്കിൽ തൊഴിൽ ക്രിയേറ്റ് ആവുന്നു, ലക്ഷക്കണക്കിൽ ഇക്കണോമിക് വാല്യൂ ആഡ് ആവുന്നു, സപ്ലയേഴ്സ് വരുന്നു, വീടുണ്ടാക്കുന്നു, ഹോട്ടൽസ് ഉണ്ടാക്കുന്നു. അങ്ങനെയല്ലേ ഇക്കോണമി ഗ്രോ ചെയ്യുക. ഇവിടെ എന്തായാലും വരാത്തത്?